മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച തെറ്റായ സന്ദേശം നൽകുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനം. KPCC പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജുണ്ട്. അർജുൻ, ഈ രമേശ് ചെന്നിത്തല സാമുദായിക സംഘടനകളുമായി അടുക്കുന്നു, പിന്നീട് അവരുടെ പരിപാടികളിലേക്ക് പോകുന്നു. അതിനുശേഷം വന്നൊരു വാർത്ത ഈ രമേശും സതീശനും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വടംവലി നടക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയകാര്യ സമിതിയുടെ വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചത്? ആരാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്? തീർച്ചയായും കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തുന്നതിന് മുൻപ് പുറത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 1.5 വർഷം ബാക്കിയുള്ള ഘട്ടത്തിൽ പോലും അത് സംബന്ധിച്ചൊരു ചർച്ച കേരളത്തിൽ നടക്കുകയാണ്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ എന്ന് സംബന്ധിച്ച് ഈ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് അല്ലെങ്കിൽ അതിന് നീക്കം നടത്തുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്ന തരത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതിനൊരു വിമർശന നിലയ്ക്കാണ് ഇന്ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച നടന്നത്. ഈ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് PJ കുര്യനാണ്. മുഖ്യമന്ത്രി സ്ഥാന ചർച്ച ഇപ്പോൾ നടത്തേണ്ടതില്ല, അതിപ്പോൾ പാടില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ് PJ കുര്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം 1.5 വർഷത്തോളം ബാക്കിയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ച നടക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് PJ കുര്യന്റെ വിമർശനം. ഈ ഘട്ടത്തിൽ യോജിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടണം. അതായത് ആദ്യം നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ഒരു ചർച്ച വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്ന വിമർശനമാണ് PJ കുര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ തരത്തിൽ ചർച്ച നടക്കുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ PJ കുര്യൻ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ അത് വൈകുന്ന സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ പെട്ടെന്ന് ഉണ്ടാകണം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഒരു വ്യക്തമായ നിലപാട് വേണമെന്ന് നേതാക്കൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ചർച്ചകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുത്, അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിമർശനമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന കാര്യം മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഭിന്നതയാണെന്ന തരത്തിൽ പുറത്ത് ചർച്ച നടക്കുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അൻവർ UDF-ലേക്ക് വരണമെന്ന ആഗ്രഹം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. UDF-ലേക്ക് തൃണമൂൽ കോൺഗ്രസിന് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻവർ കത്തും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന ഒരു ആവശ്യം ഇന്നത്തെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അൻവറിനെ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും അത് കൂട്ടായി എടുക്കുന്ന തീരുമാനമായിരിക്കണം. പുറത്ത് അൻവറിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ നേതാക്കൾ സംസാരിച്ചു എന്ന തരത്തിൽ വിമർശനം ഉണ്ടാകരുത്, അത് ഐക്യത്തോടെ എടുത്ത തീരുമാനമാണെന്ന തരത്തിൽ പുറത്തേക്ക് വാർത്ത വരണം, അത് ഐക്യത്തോടെ തന്നെ എടുക്കണമെന്ന തരത്തിലാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം അല്ലെങ്കിൽ ചർച്ച നടക്കുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരൻ തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച യോഗം ചേരാതിരുന്നത്. അങ്ങനെ നേതാക്കൾ തമ്മിൽ തന്നെ ഒരു ഭിന്നത നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭിന്നത പുറത്ത് അറിയാത്ത തരത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും വേണമെന്ന പൊതു തീരുമാനം അല്ലെങ്കിൽ പൊതു നിലപാടാണ് നേതാക്കൾക്ക് ഉള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം പല മുതിർന്ന നേതാക്കളും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി അർജുൻ, വ്യക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ച തെറ്റായ സന്ദേശം നൽകുമെന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ വിലയിരുത്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്.